എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹലോ, എല്ലാവർക്കും നമ്മുടെ അനിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നല്ല അമ്പഴങ്ങ, ഇത് നല്ല മൂത്ത അമ്പഴങ്ങയായിരുന്നു. അപ്പോൾ അത് നമ്മൾ 1 മാസത്തോളം ഉപ്പിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, എള്ളെണ്ണയാണ് നമ്മളിവിടെ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വിനീഗർ, 2 ടേബിൾ സ്പൂൺ കടുക്. വിനീഗർ നമ്മളെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1.5-2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. 1 കൈപ്പിടി വെളുത്തുള്ളി നമ്മൾ നടുകെ പൊളിച്ചത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്. പിന്നെ അച്ചാറിൻ്റെ പൊടി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയാണ് നമ്മളെ അച്ചാറിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഇതുപോലുള്ളൊരു അമ്പഴങ്ങേനെ നമ്മൾ 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്, കാരണം അതിൻ്റെ ഉള്ളിൽ മൂത്ത കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലെ കുരു കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മൂത്ത അമ്പഴങ്ങ നമുക്ക് അച്ചാറിടാം. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ് മൂത്ത അമ്പഴങ്ങ അച്ചാറിട്ടാൽ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. എള്ളെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുകിടാം. ഇത് നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വേണേൽ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലോട്ട് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് കൂടുതലാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്താലും മതി. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ 3 ടേബിൾ സ്പൂൺ ആക്കിയാലും കുഴപ്പമില്ല. നമ്മുടെ പൊടി മൂത്തതിന് വന്നതിന് ശേഷം എല്ലാ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അച്ചാറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടെ നമ്മളെ പൊടികളെല്ലാം. ഈ പൊടികൾ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അമ്പഴങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അമ്പഴങ്ങ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ഉലുവാപ്പൊടിയും കായത്തിൻ്റെ പൊടിയും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ, കാരണം നമ്മൾ ഉപ്പിലിട്ട അമ്പഴങ്ങ ആയ കാരണം അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടി, ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. എന്നാലും നമ്മളെ അമ്പഴങ്ങയിലോട്ട് നന്നായിട്ട് അതിൻ്റെ ഗ്രേവി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 1/2 ഗ്ലാസോളം വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള അമ്പഴങ്ങയാണെങ്കിൽ അതിന് കുറച്ച് മതി കേട്ടോ വിനീഗർ. അപ്പോൾ നമ്മൾ അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു.